അതുപോലെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്നാലും ഒരു ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫസ്റ്റ് മീറ്റിംഗ് ഡേറ്റാണ് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കരുതേണ്ടത്. ഈ മീറ്റിംഗ് ഡേയ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ആ ഡേറ്റ് മറന്നു പോകരുത്. ഒരു ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാലണ്ടറിലെങ്കിലും നോട്ട് ചെയ്തിടുക. ഈ ഡോഗ് ഡെലിവറി ആവുന്നത് 58 ദിവസം മുതൽ 63-64 ദിവസത്തിനകം വരെയും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി വരാം. പിന്നെ എപ്പോഴും ഇങ്ങനെ അടച്ചിടരുത് ഡോഗിനെ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരൊന്ന് നടത്താൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒന്ന് തുറന്നു വിട്ടാൽ അവർ ലേസി ആയിട്ട് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. നിർബന്ധിക്കാണ്ട് ജസ്റ്റ് കാഷ്വലി അവരെവിടെയെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഒന്ന് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം സിസേറിയനിലോട്ട് പോകാണ്ടിരിക്കുക. അല്പം എക്സസൈസും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കത് പറ്റില്ല. ഫുഡിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ അവർക്ക് ഡെലിവറിക്കും പ്രോബ്ലമാണ്, ഡോഗിനും ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടായിരിക്കും. അപ്പോൾ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം, ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ കൊടുക്കാം. ഒരുപാട് ഭാരിച്ചത് കൊടുക്കരുത്, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളത് ഒരു മയത്തിന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഡോഗിന് ഇത് വരാൻ അതിന് തന്നെ ഒന്ന് ബ്ലീഡിങ് വരും. അതിന് ശേഷം ഒരു 1 hour 1.5 മണിക്കൂറിനകത്ത് പപ്പീസ് വന്നു തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പം ഈ ഉണ്ടാകുന്നൊരു പ്രശ്നം, പപ്പീസിന് ചിലപ്പോൾ വയറ്റിനകത്ത് നല്ലോണം ഓവർ സൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ വജൈനയിൽ നിന്നും പപ്പീസ് പുറത്തേക്ക് വരാൻ വളരെ പാടുപെടും. ഒരു 5 പപ്പി, ഒരു എക്സാമ്പിൾ പറയാൻ, 5 പപ്പി ഒരു ഫീമെയിലിന് വയറ്റിനകത്തുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2 പപ്പിക്ക് ചിലപ്പോൾ നല്ല ഹെവി ആയിരിക്കാം, ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു സൈസുകളും ആയിരിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ പപ്പി വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ട്. സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ബ്രീഡറുമായിട്ട് ഒരു കോൺടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം മിഡ് നൈറ്റിലൊക്കെ ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ഏർലി മോർണിംഗ് ഒരു 2 മണി 3 മണി അങ്ങനെയൊക്കെ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലിൽ അപ്പം ഇങ്ങനെ 24 hours ചിലപ്പോൾ കാണില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.